നമസ്കാരം. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ഈ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷനാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്ന് പറയുന്നത്. അത് പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നു. ഓബ്ജക്റ്റീവായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ സബ്ജക്റ്റീവായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ പുറമേ പഠിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം ഇല്ലാണ്ടായി മാറും. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടവന് എന്താണ് നേട്ടം എന്ന് ജീസസ് ക്രൈസ്റ്റ് ചോദിച്ചത് അതുകൊണ്ടാണ്. കാരണം നമ്മളിവിടെ ഒബ്ജക്റ്റീവായിട്ട് കാണുന്ന ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ ഈ ഒബ്ജക്റ്റീവായിട്ടുള്ള ലോകത്തു നിന്ന് വിഡ്രോ ചെയ്യും. ആ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും അത് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ നിമിഷത്തിൽ ഞാൻ എവിടെയാണ് എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഈ നിമിഷം ഈ ലോകം വിട്ടുപോകാനുള്ള സാധ്യതയുള്ളതാണ്. അതാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്, live as if you are going to die the next moment. അപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ലിറ്ററേച്ചറിൽ മോക്ഷം എന്നൊക്കെ പറയും, സാക്ഷാത്കാരം. അപ്പൊ അതൊക്കെ വളരെ ഹൈ സ്റ്റേജസ് ആണ്. നമ്മളിൽ ഒരു തരത്തിലും ഒരു വെറുപ്പും ഒരു നെഗറ്റിവിറ്റിയും നിസ്വാർത്ഥത പരിപൂർണമായിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മോക്ഷം അതൊക്കെ സാധ്യമാണ്. ഈ നിമിഷം എനിക്കുണ്ടോ? നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്താൽ മനസ്സിലാവും നമ്മൾ അങ്ങനെയാണോ. നമുക്ക് ആരോടെങ്കിലും ഇപ്പോഴും ഇഷ്ടമില്ലായ്മ ഉണ്ടോ?
അപ്പൊ ഈ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് സഹിഷ്ണുത എന്ന് നമുക്കറിയാം. സഹിഷ്ണുത, ടോളറൻസ്. നമ്മൾ എല്ലാ കാര്യങ്ങളെയും അഡ്ജസ്റ്റ് ചെയ്യുക, ഹാർമണിക്ക് പ്രാധാന്യം നൽകുക, മതസഹിഷ്ണുത എന്നൊക്കെ നമ്മൾ പറയും. ലാംഗ്വേജസ് നമ്മുടെ സഹിഷ്ണുത. ഇപ്പൊ സഹിഷ്ണുത വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഏതെങ്കിലും സൈഡ് പിടിക്കുന്നു, മറ്റവള് നമ്മുടെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നു. നമ്മളായിട്ട് ഡിസഗ്രി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ശത്രുക്കളായിട്ട് കരുതും. അപ്പൊ ആശയങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെങ്ങനെ ശത്രുതയാവുന്നു? ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്, നിങ്ങളുടെ ആശയവുമായിട്ട് എനിക്ക് വിയോജിപ്പുണ്ട്, എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പ്രകടിപ്പിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തിൽ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അവസാനം വരെ പോരാടും എന്നാണ്. മറ്റുള്ളവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള നമ്മൾ ഫ്രീഡം കൊടുക്കണം. അത് നമ്മൾ അവരെ കൂടെ നിൽക്കണം. കാരണം അവർ വളരെയാണ്, ഓരോരുത്തരും വളർന്നുകൊണ്ടിരിക്കണം അവരവരുടെ വഴിയിലൂടെ. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ടോളറൻസിന്റെ ഒരു ഭാഗം. എല്ലാ മനുഷ്യരിലും ഒരു പൂർണ്ണത നിലകൊള്ളുന്നുണ്ട്. എവ്രി ബുദ്ധ ഇസ് എ വേം ഇവോൾവ് എന്ന് സ്വാമി വിവേകാനന്ദ പറഞ്ഞതുകൊണ്ടാണ്. നമ്മൾ ആ രീതിയിൽ കാണണം. ഓരോ പാപിയിലും ഓരോ പുണ്യാളൻ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്. അപ്പൊ സഹിഷ്ണുതയിലൂടെ നമുക്ക് സ്നേഹത്തിലേക്ക് ഉയരാം. സഹിഷ്ണുതയെ കുറിച്ചിട്ട് മൈ മാസ്റ്റർ എന്ന ചാരിജി മഹാരാജിന്റെ ഗ്രന്ഥത്തിൽ വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. സഹിഷ്ണുതയാണ് സ്നേഹത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ദാജി ഈ അടുത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്, സഹിഷ്ണുതയിൽ നിൽക്കരുത്, സ്നേഹമാണ് വേണ്ടത്. നമ്മൾ സഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വില്ലുപയോഗിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മുടെ യാത്രയിൽ 2 ലെവൽസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചു വരുമ്പോൾ വേറെ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ വൈരാഗ്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. മുകളിലേക്കുള്ള യാത്രയിൽ വൈരാഗ്യം നമ്മൾ പരിശീലിക്കണം. നമ്മൾ ആദിയിൽ എത്തിക്കഴിഞ്ഞാൽ, ആ ഒറിജിനൽ പെർഫെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൈരാഗ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈരാഗ്യം നമ്മുടെ നേച്ചർ. അതാണ് ഉപരതി എന്ന് പറയുന്നത്. നമുക്ക് ഒന്നിനോടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ ഇല്ലാണ്ട്, റിപ്പൾഷനും ഇല്ല, നമുക്ക് ആരോടും ദേഷ്യമില്ല, വല്ലാണ്ട് അറ്റാച്ച്മെന്റ്. ഇത് നാച്ചുറൽ ഒരു ഫിനോമിനായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ യാത്രയിൽ ഉയരുമ്പോൾ നമ്മൾ സഹിഷ്ണുത പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ, നമ്മൾ എത്തിച്ചേരേണ്ട ആവശ്യമില്ല, ലക്ഷ്യത്തിൽ നമ്മൾ നിലകൊള്ളുന്നു. സഹജമാർഗത്തിൽ എത്തിച്ചേരേണ്ട ആവശ്യമില്ല, ലക്ഷ്യം നമുക്ക് ആദ്യം തന്നെ കണക്ട് ചെയ്ത് തരാം. അപ്പൊ ഈ ഒരു സഹിഷ്ണുത വേറെ രീതിയിൽ നമുക്ക് പ്രകടമാവും. അപ്പൊ കുട്ടിക്കാലത്ത് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാൻ നമ്മുടെ പേരൻസ് നിർബന്ധിക്കാം. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടുമ്പോൾ ഡിസിപ്ലിൻ നമ്മുടെ സ്വഭാവമായിട്ട് മാറും. പിന്നെ ഡിസിപ്ലിൻ നമ്മളെ പഠിപ്പിക്കണം, നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് മാറുന്നു. സത്യസന്ധത പ്രാക്ടീസ് അവസാനം സത്യസന്ധത നമ്മുടെ സ്വഭാവമായിട്ട് സെക്കൻഡ് നേച്ചറായിട്ട് മാറും. അപ്പൊ വെള്ളം നനയ്ക്കുന്നു എന്ന് പറയാൻ പറ്റും. വെള്ളത്തിന്റെ സ്വഭാവമാണ് നനയ്ക്കുക എന്നുള്ളത്. സൂര്യൻ പ്രകാശം നൽകുന്നു എന്ന് പറയാൻ പറ്റും. സൂര്യന്റെ പ്രകാശം അതിന്റെ സ്വഭാവമാണ്. ഭൂമി പേഷ്യന്റ് ആണ്, ഭൂമി കണ്ടന്റഡ് ആണ് എന്ന് പറയുമ്പോൾ ശരിയാണ്. ഭൂമിയുടെ സ്വഭാവമാണ് കണ്ടത്, അത് പ്രകടിപ്പിക്കുന്നില്ല കണ്ടന്റ്മെന്റ്. നമ്മളത് പഠിക്കണം. ഒരു മാവിന്റെ മരം മാങ്ങ നിറയുമ്പോൾ അത് താഴുന്നു, അതിന്റെ ഹ്യൂമിലിറ്റി അതിൽ നിന്ന് പഠിക്കണം. പക്ഷെ മാവ് ഹമ്പിളാണോ, അത് മാവിന്റെ സ്വഭാവമായിട്ട് മാറിക്കും. അപ്പൊ അതുപോലെ നമ്മൾ സമാധി അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഈ സഹിഷ്ണുത എന്നുള്ളത്, ടോളറൻസ് എന്നുള്ളത് നമ്മുടെ നേച്ചർ, സെക്കൻഡ് നേച്ചറായിട്ട് മാറും. നമ്മളത് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു, നമ്മൾ അതിൽ സംതൃപ്തരായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എത്തിച്ചേർന്ന ആ തലത്തില് പരിപൂർണ സംതൃപ്തിയും പരിപൂർണമായിട്ടുള്ള സംതൃപ്തി ഒന്നും നമുക്ക് ആവശ്യമില്ല. ആഗ്രഹങ്ങളുടെ എല്ലാം ആഗ്രഹം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭക്തന് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ആ ഭക്തി എങ്ങനെയാണ് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക, ഇതാണ് ഒരു ഭക്തന്റെ ക്വാളിറ്റീസ്. അതിന് ക്വാളിറ്റീസാണ് ഭക്തനെ ഡിഫൈൻ ചെയ്യുന്നത്. എല്ലാ സമയത്തും ഈശ്വര ഭജനം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ഭക്തൻ. ഈശ്വരീയ സ്വഭാവം ജീവിതത്തിൽ കാണിക്കുന്നതാണ് ഭക്തൻ. അതുപോലെ സമാധി അവസ്ഥ, നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് സഹിഷ്ണുതയുടെ വേറൊരു തലമായിട്ട് മാറും. അതിനാണ് തിതിക്ഷ എന്ന് പറയുന്നത്. പലപ്പോഴും തിതിക്ഷയെ നമ്മൾ ടോളറൻസ് ഉള്ള വാക്കുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ടോളറൻസ് ഒരു സാധാരണ മനസ്സിലാക്കുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള പ്രോസസ്. ഞാൻ അയാളെ ടോളറേറ്റ് ചെയ്യുന്നു. മതങ്ങൾ തമ്മിൽ സഹിഷ്ണുത, ടോളറേറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ സ്നേഹത്തിന്റെ ആ പാരമ്യത്തിൽ എത്തി കഴിയുമ്പോൾ പിന്നെ എന്തിനാണ് ടോളറേറ്റ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഭാര്യയെ ടോളറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതാണ് ദാജി ഉദാഹരണം പറഞ്ഞത്.
ഞാൻ എൻ്റെ ഭാര്യയെ ടോളറേറ്റ് ചെയ്യും. അല്ലാത്തൊരു ജീവിതമല്ല അത്. അപ്പൊ ആ സ്റ്റേജിൽ ടോളറൻസ് ഇല്ല, കാരണം എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പെർഫെക്റ്റ് ഹാപ്പിനെസ്സിലാണ്, ജോയിലാണ്. അപ്പൊ ആ സമയത്ത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും യഥാർത്ഥ ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയണം. അപ്പൊ ശരിക്കും ആ പരമമായ കണ്ടന്റ്മെന്റ് അനുഭവിക്കുമ്പോൾ, ആ സന്തോഷ ജോയ് അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റിയാണ് തിതിക്ഷ എന്ന് പറയുന്നത്. അത് നമ്മൾ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ ഇനിയുള്ള സാധനം. തിതിക്ഷ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ പഴയ ഈഗോ നമ്മൾക്ക് അത് പ്രകടമാകുന്നതിന് തടസ്സമാവും ചിലപ്പോൾ. ഞാൻ ഇത്രത്തോളം അങ്ങോട്ട് സഹിഷ്ണുത കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ എന്താ എന്നെ വിചാരിക്കുക, ഞാൻ വീക്കാണെന്ന് തോന്നില്ലേ? അപ്പൊ നമ്മളിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഭയപ്പെടരുത്, അവിടെയും ഭയം ഉണ്ടാവരുത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സമാധി അവസ്ഥയെ നമുക്ക് നൽകിയിട്ടുള്ളത് എന്തിനാണ്? അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു ഡിഗ്രി തരുന്നത്, സർട്ടിഫിക്കറ്റ് തരുന്നത് എന്തിനാണ്? ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് കബോർഡിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിലിരുന്നാൽ ഒരു കാര്യമില്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്, പഠിക്കുന്നതൊന്ന്, ജോലി ചെയ്യുന്ന വേറൊന്നും. ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ ജോലി വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, കാരണം അവർക്ക് അവരുടെ ഡിഗ്രിയിലും അവരുടെ ആ പഠിച്ച കാര്യത്തിലും താല്പര്യമില്ല. അത് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ തന്നെ മുന്നോട്ട് പോയത്. ഏത് സബ്ജക്ട് എടുത്താലും അതിന് മുന്നോട്ട് പോയത്. എന്തെങ്കിലും ഒന്ന് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ പഠിക്കുക. അപ്പൊ ആ ഒരു രീതി മാറിയിട്ട് നമ്മളതിൽ ഇൻട്രസ്റ്റ് വരുമ്പോൾ ആ ഡിഗ്രി നമ്മൾ താല്പര്യം വരുന്നു. ഇപ്പൊ മെഡിസിൻ പഠിച്ച് ഞാൻ ഡോക്ടർ ആയതിനു ശേഷം മെഡിസിൻ വിട്ടിട്ട് വേറെന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന പോലെ. പിന്നെ ഞാൻ എന്തിനാ മെഡിസിൻ പഠിച്ചത്? വെറുതെ ഒരു ഭൂഷണം പോലെ വെക്കാനാണോ? അപ്പൊ അതുപോലെ ആവരുത് സമാധി. ഞാൻ സമാധി നേടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല. അതൊരു പാഷാണ തുല്യം എന്ന് പറയാം, കല്ല് പോലെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമാധി അല്ല നമുക്ക് വേണ്ടത്. നമ്മളിത് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ തിതിക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ നമ്മളുടെ അത് അറിയാതെ പ്രകടമാകുമ്പോൾ അത് പ്രകടമാവണം, ആക്കാൻ മടിക്കരുത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ തിതിക്ഷയെ കുറിച്ച് പറഞ്ഞു. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ നിത്യ താം സ്ഥിതിക്ഷസ്വ ഭാരത. മാത്രാസ്പർശാസ്തു, നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് സുഖവും ദുഃഖവും ചൂടും തണുപ്പല്ല. അതെല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് തിതിക്ഷ പ്രാക്ടീസ് ചെയ്യൂ ഭാരത അർജുന. ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കും. അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിലെങ്ങനെ ജീവിക്കണം എന്നുള്ളത് ജീവിച്ച് കാണിക്കലാണ് യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വൽ സീക്കറിന്റെ യഥാർത്ഥത്തിലുള്ള ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി. ഈ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം. നമ്മൾ സാധന ചെയ്ത് നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരാനുള്ള കഴിവുണ്ടാവുന്നു. അതിനുള്ള അനുഗ്രഹം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.